വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ബി.ജെ.പി. സി.പി.എമ്മിൻ്റെ തന്ത്രം പയറ്റാൻ ഒരുങ്ങുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3000-ന് അടുത്ത സീറ്റുകൾ നേടണമെന്ന ഒരു വലിയ ടാർഗറ്റുമായിട്ടാണ് ബി.ജെ.പി. കളത്തിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയ മുഖമുള്ളവരെ, അതായത് വാർഡുകളിലും മറ്റും കുറച്ച് ജനകീയ പിന്തുണയുള്ളവരെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് ബി.ജെ.പി. നോക്കുന്നത്. ഇത് തന്നെ സി.പി.എം. മുൻകാലങ്ങളിൽ ചെയ്തത്. നമുക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കൂടുതലും രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യുന്നത്, പകരം ആ വാർഡിൻ്റേതായ അനവധി ഘടകങ്ങളുണ്ടാകും. ബന്ധുക്കളുടെ ഒരു ബന്ധുബലം, ഒപ്പം തന്നെ സുഹൃത്ത് വലയം, ഒപ്പം തന്നെ ആ വാർഡിൽ ഒരു ജനകീയ മുഖം, ഇതൊക്കെയാണ് പലപ്പോഴും സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു വിടുന്നത്. അവിടെ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയം പൂർണ്ണമായി ചർച്ച ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കൂടുതലായി ചർച്ച ചെയ്യുന്നത്. ജാതിയും മതവും ഒക്കെ കൂടുതൽ ചർച്ചയായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ രൂപമായിട്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജാതി, മതം, ഒപ്പം തന്നെ ഈ സൗഹൃദ വലയങ്ങൾ, ബന്ധുബലം, ഇതെല്ലാം ഒരു നിർണായക ഘടകമാണ്. ഇവിടെ ജനകീയരായിട്ടുള്ള അല്ലെങ്കിൽ ആ വാർഡിൽ കുറച്ച് സ്വാധീനമുള്ള വ്യക്തികളെ അവരെ സ്വതന്ത്രരാക്കി മറ്റും അവതരിപ്പിക്കുകയായിരുന്നു സി.പി.എം. മുൻകാലങ്ങളിൽ ചെയ്തതെങ്കിൽ ബി.ജെ.പിയും ആ വഴി തന്നെ ആലോചിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ അത്തരത്തിലുള്ളവരെ കണ്ടെത്താനുള്ള നീക്കവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ജനകീയ മുഖമുള്ളവരെ കണ്ടെത്തുക, അവർക്കായി പ്രത്യേക പരിപാടികളും മറ്റുമൊക്കെ, ആ ചെറിയ പരിപാടികളും, കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഫംഗ്ഷൻസിൽ ഇവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ഒരു ശ്രമമാണ് ഇപ്പോൾ ബി.ജെ.പി. നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.